സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിൻ്റെ പരക്കം പാച്ചിൽ നമുക്ക് എങ്ങനെ പണമാക്കി മാറ്റാം എന്ന സീരീസിൽ രണ്ടാമത്തെയും അവസാനത്തെയും വീഡിയോയാണിത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും മുന്നോട്ട് വന്നിട്ടുള്ള. ഏകദേശം 11,000 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതേപോലെ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ എനിക്കും അതൊരു എനർജി. നിങ്ങളുടെ കമൻറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മുഴുവൻ കമൻറ്റ് വായിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടായിരുന്നു. ഒരു മാന്യദേഹം എഴുതിയിരിക്കുന്നു, എൻ്റെ കുട്ടികൾക്ക് പോലും ഈ കാര്യങ്ങളെല്ലാം അറിയാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇനി അതിൻ്റെ ബാക്കി പോർഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പോയിട്ട് ആ കുട്ടിയോട് തന്നെ ചോദിക്കുക. ആ കുട്ടിയെന്ന് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് പറയാനുള്ളത്, നമുക്ക് വെറുപ്പും ഈർഷ്യയൊക്കെ ഉണ്ടാവും ഓരോ കാര്യത്തോടും. നമ്മൾ പരമാവധി അവിടെ ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു പോസിറ്റീവ് കമൻറ്റ് എപ്പോഴും ഒരു മോട്ടിവേഷനാണ്. നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ അതൊരു ഡീമോട്ടിവേഷനുമാണ്. കാരണം ഡീമോട്ടിവേഷൻ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റിൽ സ്വന്തം ഇഷ്ടത്തിന് സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഞാനൊക്കെ. അപ്പോൾ ഇതിനകത്ത് വേറൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വന്ന് നെഗറ്റീവ് അടിച്ച് വെറുപ്പിച്ച് ഇട്ടിട്ട് പോകാൻ തോന്നുന്ന വിധത്തിലേക്ക് ആക്കരുത്. കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന്. പിന്നെ കംപ്ലീറ്റ്ലി റോങ് ആയ ഇൻഫർമേഷൻ എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കാനുള്ളത്, ഇപ്പോൾ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട്, അതും അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ സേഫായ രീതിയിൽ നമ്മൾ നിക്ഷേപമൊക്കെ പിൻവലിച്ച് പണമാക്കി മാറ്റിയിട്ട് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിക്ഷേപിക്കുന്നതാണ് നിങ്ങൾക്ക് സേഫ് ആകാൻ ഏറ്റവും നല്ലത്. അതല്ലാതെ നമ്മൾ ഒരു റിസ്ക് പിടിച്ച പരിപാടികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവം, ഇപ്പം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നുണ്ടല്ല. കാരണം വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ നിക്ഷേപം പിൻവലിച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. ഇനി ഇലക്ഷൻ റിസൾട്ട് വന്ന് മാർക്കറ്റ് സെറ്റ് ആയതിനു ശേഷം വീണ്ടും അവർ നിക്ഷേപിച്ച് തുടങ്ങും. മാർക്കറ്റ് മുകളിലോട്ട് കയറുകയും ചെയ്യും. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റോക്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ് അല്ലെങ്കിൽ സ്വിംഗ് ഒക്കെ ചെയ്യുന്നവർ. സോ അത് ഫോളോ ചെയ്യുന്ന നല്ലൊരു രീതിയാണ്. സോ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഈ ബാക്കി കണ്ടന്റിലേക്ക് കിടക്കുകയാണ്. ഇത് എന്താ പറയുക, നിങ്ങൾ വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നല്ല പ്രോഫിറ്റിലാണ് പോയിക്കുന്നത്. ഇപ്പം നമ്മുടെ ട്രേഡേഴ്സ് അരീന ഗ്രൂപ്പ് കഴിഞ്ഞ മാസം 55% പ്രോഫിറ്റ് ഉണ്ടാക്കി. 6 ലക്ഷം രൂപ വെച്ചിട്ട് 3,55,000 രൂപയോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വെച്ചിട്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവരാണ് ഇങ്ങനെയുള്ള മേജർ ഈവൻറ്റ്സ് നടക്കുമ്പോൾ ഹീറോ ടു സീറോ കളിക്കാൻ നിൽക്കേണ്ടത്. അല്ലാതെ എന്താ പറയുക, നിങ്ങൾ ഇനീഷ്യൽ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന ആളാണ്. അതായത് 1 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ട്രേഡിങ് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 98,000 രൂപയെ കയ്യിലുള്ളൂ, 2,000 രൂപ നഷ്ടത്തിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു 5,000 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ ഈ കളിക്ക് ഗാലറിയിലിരുന്ന് കളി കാണുക. ഈ കളിക്ക് നിങ്ങൾ ഇറങ്ങരുത്. ഈ കളിയിൽ നമ്മളില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നഷ്ടം വരാൻ 100%, 99% സാധ്യതയുണ്ട്. അപ്പോൾ ആ കളിയിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. കാശില്ലാത്തൊരവസ്ഥയിൽ ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങും ഗ്രൂപ്പും ഫ്രണ്ട്സും എല്ലാം ഉണ്ടാവും. കാശില്ലെങ്കിൽ ട്രേഡിങ്ങേ ഉണ്ടാവില്ല. സോ ഇനീഷ്യൽ ക്യാപിറ്റൽ ഉപയോഗിച്ച്, അതായത് നിങ്ങൾ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അതേ ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 10% റൗണ്ടിൽ തന്നെ അപ്പുറത്തോ ഇപ്പുറത്തോ 10% കൂടുതലോ കുറവായിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ഈ മെഗാ ഈവൻറ്റിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വലിയ പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകുമ്പോൾ മറ്റുള്ളവരൊക്കെ പേടിച്ച്, കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി വെള്ളം പൊങ്ങുമെന്ന് പേടിച്ചിട്ട് വീട് വിട്ട് കുറച്ചും കൂടെ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പാഞ്ഞു പോകുന്ന സമയത്ത് വേറെ കുറേ ആൾക്കാരുണ്ട്. ഒരു ലുങ്കിയും തോർത്തുമുണ്ടും ഇതൊക്കെ വലിയൊരു തോട്ടിയൊക്കെ എടുത്തിട്ട് വരുന്ന ടീം. അവരെന്താണ് നോക്കുക, അവർ നാളെ വെള്ളത്തിൻ്റെ പാലോ എന്തെങ്കിലും മരമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറിയെന്ന് വെള്ളത്തിലൊഴുകി പോകുന്ന തേങ്ങ വലയൊക്കെ ഉപയോഗിച്ച് പിടിച്ച് എല്ലാം കളക്ട് ചെയ്ത് കരക്കിടും അല്ലേ. അങ്ങനെ അങ്ങനത്തെ ഒരു ടീം ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രേഡേഴ്സിലും ഈ ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ
അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, റിസ്ക് എടുത്ത് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കും. കാരണം അവർക്ക് അതിൽ എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട്. സോ അതിനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും എക്സ്ട്രീം റിസ്ക് എടുക്കരുത്. ഇനീഷ്യൽ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്നവർ ഇതിന് പോകരുത്. നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ദിവസം ആഘോഷം, നല്ല പെരുമഴയാണ്, മഴ നനഞ്ഞ് ചളിയിൽ ഫുട്ബോൾ കളിക്കുന്ന പോലുള്ള ഒരു ആവേശമുള്ള ഒരു കളിയാണ്. കിട്ടിയാൽ നല്ലപോലെ കിട്ടുകയും ചെയ്യും, പോയാൽ തേഞ്ഞൊട്ടി പോവുകയും ചെയ്യും എന്നൊരവസ്ഥ ഉണ്ടാവരുത്. കിട്ടുമ്പോൾ നല്ലത് കിട്ടണം, എന്നാൽ പോയാൽ അത് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും പോയിട്ടില്ല എന്നൊരു ഫീല് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഈ സ്ട്രാറ്റജിയിൽ ലാഭം കിട്ടാൻ അതായത് 99% നഷ്ടമാണ് സാധ്യത, 1% ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ 1% പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, അതിപ്പോൾ ചെറിയ എമൗണ്ട് ആണ് എങ്കിൽ കൂടി അത് മുഴുവനായിട്ട് നഷ്ടം വരികയാണെങ്കിൽ അത് മുഴുവനായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി 5 ഇരട്ടിയൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. കിട്ടുമെന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല കേട്ടോ. അത് മുൻകൂട്ടി മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു ഡിസ്ക്ലൈമർ കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുത്താലും എടുത്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി അതിനകത്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും ആരും തന്നെ, ഞങ്ങൾ ആരും ഉത്തരവാദികളായിരിക്കുന്നതിന്, ഞാനോ ഈ ചാനലോ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരും തന്നെ അതിനൊരു ഉത്തരവാദി. നിങ്ങൾക്ക് ലാഭം ഉണ്ടായാലും നിങ്ങൾക്ക് തന്നെയാണ്, നഷ്ടം വന്നാലും നിങ്ങൾക്ക് തന്നെയാണ്. ഒരു അറിവ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നു, അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉറപ്പാക്കുക. ഇതിനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ ഉപയോഗിച്ച് നോക്കുക. എന്ത് തന്നെ വന്നാലും അത് നിങ്ങളുടെ മാത്രം ഒരു കാര്യമാണ്. അതിൽ വേറെ ആരും തന്നെ ഇടപെടാൻ വരുന്നതായിരിക്കില്ല, വേറെ ആരും തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കില്ല എന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നഷ്ടം വന്നാലും, അതായത് ഞാൻ മുടക്കുന്ന മുതൽ പോയാൽ ഒരു കുഴപ്പമില്ല, അത് ഓക്കെയാണ്, എനിക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങുക, ഈ സ്ട്രാറ്റജി ആയിട്ട് ട്രേഡ് ചെയ്യാൻ ഇറങ്ങുക. നിങ്ങളുടെ നഷ്ടം വന്നാലും അതിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്താ പറയുക, നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ എലക്ഷൻ്റെ റിസൾട്ട് ചൊവ്വാഴ്ചയാണ് വരുന്നത്. അതിന് മുൻപ് എക്സിറ്റ് പോൾ ഉണ്ടാവും. അപ്പോൾ എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് എക്സ്പയർ ആകുന്ന ഓപ്ഷനാണ് നമ്മൾ വാങ്ങേണ്ടത്. ചൊവ്വാഴ്ച എലക്ഷൻ റിസൾട്ട് ആണെങ്കിൽ ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, ആ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളത് ഞാൻ പുറകെ പറയാം. നമ്മൾ വാങ്ങേണ്ടത് പുട്ടും കോളും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പുട്ടും കോളും രണ്ടും വാങ്ങണം. ഒരേ വിലയിൽ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായി. ഒരേ വില കിട്ടാൻ സാധ്യതയുണ്ട് ഓൾമോസ്റ്റ് എന്നനുസരിച്ച്. കാരണം ചെറിയൊരു ഡിഫറൻസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ട് ഇത് എവിടെ പോയിട്ടാണ് വാങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് നോക്കുന്നത് ഇൻഡെക്സിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇൻഡെക്സ് സ്പോട്ട് പ്രൈസ് ഇന്നിപ്പോൾ വന്ന് കിടക്കുന്ന പ്രൈസിൽ നിന്നല്ല നോക്കേണ്ടത്. നാളെ ഓപ്പൺ ആകുമ്പോൾ എത്രയാണ് ഓപ്പൺ ആകുന്നത്, ഗ്യാപ്പ് ഡൗൺ ആണോ ഗ്യാപ്പ് അപ്പ് ആണോ എന്നത് നോക്കുക. എന്നിട്ട് അവിടെ നിന്ന് 5% മുകളിൽ, ഇപ്പോൾ ഒരു 20,000-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, 20,000-ൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,000. അതേപോലെ 5% താഴെ, അതായത് ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 21,000-ൻ്റെ കോളും 19,000-ൻ്റെ പുട്ടുമാണ് നമ്മൾ വാങ്ങേണ്ടത്. അപ്പോൾ ഒരു 5% ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഇത് വാങ്ങേണ്ടത്. അപ്പോൾ സെൻസെക്സ് എക്സ്പയർ ആകുന്നത് വെള്ളിയാഴ്ചയാണ്. അതേപോലെ നിഫ്റ്റി വ്യാഴാഴ്ച, ബാങ്ക് നിഫ്റ്റി ബുധനാഴ്ച. ഇതിലേതും നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്നില്ല, ദൂരെയുള്ള എക്സ്പയറി വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു വിഷയമുണ്ട്. അത് നല്ലതാണ് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഈവൻറ്റുകളിൽ. ഫസ്റ്റിൽ നമുക്ക് എക്സിറ്റ് പോൾ വരുമ്പോൾ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോകും. റിയൽ റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് ഈ എക്സിറ്റ് പോളിന് മാധ്യമങ്ങൾ വളച്ചൊടിക്കാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ റിയൽ പോൾ റിസൾട്ട് വരുമ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് സൈഡിലേക്ക് തന്നെ കയറി പോകാനും സാധ്യതയുണ്ട്. എങ്ങനെയായാലും രണ്ട് കേസിലും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ അവസരം കിട്ടുന്നതാണ്. എക്സിറ്റ് പോളിൽ ഇപ്പം മുകളിലോട്ടാണ് മാർക്കറ്റ് കയറിയെങ്കിൽ, റിയൽ ട്രേഡിൽ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ടാണ് വീഴുന്നതെങ്കിൽ മുകളിലോട്ട് പോയ പ്രോഫിറ്റ് നമുക്ക് എടുക്കാം, താഴോട്ട് വന്നതും നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും പ്രീമിയം
വളരെ കൂടുതലുള്ള ഇതെടുക്കരുത്. നിങ്ങൾ 5% മുകളിലും ഉള്ള കോളും 5% താഴെയുള്ള പുട്ടുമാണ് എടുക്കുന്നത്. രണ്ടും ഒരേ പ്രൈസിലെത്തണം. പക്ഷേ പ്രീമിയം ഒരുപാട് കൂടുതലാകാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിക്സൊക്കെ കയറി നിൽക്കുകയാണ്. നല്ല രീതിയിൽ പ്രീമിയം കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ ₹1 ആക്ച്വൽ ഒരു 10-ൻ്റെയും 15-ൻ്റെ ഇടയിൽ വിക്സ് നിൽക്കുമ്പം ഒരു ₹10 കിട്ടിയ സാധനം ഇപ്പോൾ 35-40 രൂപക്കാണ് ട്രേഡ് നടക്കുന്നത്. സോ അത് മനസ്സിലുണ്ടാവണം. ഇലക്ഷൻ റിസൾട്ട് കൊണ്ട് മാർക്കറ്റ് 5% മുകളിലേക്കും അതുപോലെ താഴോട്ടും പോയേക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ആവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങേണ്ടത് 5% മുകളിലുള്ള 2 ലോട്ട് പുട്ടും 2 ലോട്ട് കോൾ. അതായത് മാർക്കറ്റ് ഇപ്പോൾ കോളാണെങ്കിൽ സ്പോട്ട് പ്രൈസിൽ നിന്നും 5% മുകളിൽ, അപ്പോൾ സ്പോട്ട് പ്രൈസിൽ നിന്ന് 5% മുകളിലുള്ള 2 ലോട്ട് കോൾ നിങ്ങൾ വാങ്ങുന്നു. സ്പോട്ട് പ്രൈസിൽ നിന്ന് 5% താഴെയുള്ള 2 ലോട്ട് പുട്ടും വാങ്ങുന്നു. ഇത് രണ്ടിൻ്റെയും പ്രൈസ് സെയിം കിട്ടാൻ, പുട്ടിൻ്റെയും കോളിൻ്റെയും സെയിം പ്രൈസ് കിട്ടുന്ന രീതിയിൽ വാങ്ങുകയാണെങ്കിൽ നല്ലതായി. ഇനി ഒരേ പ്രൈസ് കിട്ടിയില്ല, ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ അതും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ പൈസയും പോവാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ മാർക്കറ്റ് പോയില്ലെങ്കിൽ മുഴുവൻ പൈസയും 0 ആയി പോവും എന്നത് പ്രത്യേകം ഓർക്കുക. ഇതിന് മുൻപും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ സ്പെഷ്യൽ ഈവൻറ്റ് ഡേയ്സിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ SBI റിസൾട്ടിലാണോ അല്ല ബജറ്റിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് നല്ല രീതിയിൽ, അതായത് ഏകദേശം 60% ഓരോരുത്തർക്ക് ലോസ് വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ. പക്ഷേ കമ്പാരിറ്റീവ്ലി ചെറിയ എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമുണ്ടായിട്ടില്ല. 2 ലോട്ട് പുട്ടും 2 ലോട്ട് കോളും, അങ്ങനെ മൊത്തം 4 ലോട്ട്. ആ 4 ലോട്ടിന് മൊത്തം പ്രീമിയം എത്രയാണെന്ന് നോക്കുക. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 ലോട്ടിനും കൂടിയിട്ട് വാങ്ങിക്കുന്ന വളരെ ക്വിക്കായിട്ട് നാളെ രാവിലെ തന്നെ വാങ്ങിക്കുക. അതായത് തിങ്കളാഴ്ച മോർണിംഗിൽ ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേനും മാർക്കറ്റിലൊരു ഡയറക്ഷണൽ മൂവ് കിട്ടാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ വിട്ടേക്കും. ഫസ്റ്റ് ക്യാൻഡിൽ നല്ല രീതിയിലൊരു എന്താ പറയുക മാനിപ്പുലേഷൻ നടക്കും. മീൻസ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു പോകും. 15 മിനിറ്റിൻ്റെ അടുത്ത് ഇത് വിട്ടിട്ട് സെക്കൻഡ് ക്യാൻഡിൽ നിങ്ങൾ അറ്റ് ദ മണി സ്ട്രൈക്കിൽ നിന്നും സ്പോട്ട് പ്രൈസിൽ നിന്നും 5% മുകളിലുള്ള കോളും 5% താഴെയുള്ള പുട്ടും 2 ലോട്ട് വീതം വാങ്ങുന്നു. അങ്ങനെ മൊത്തം 4 ലോട്ട്. എന്നിട്ട് അതിൻ്റെ മൊത്തം ഞാൻ മുടക്കിയ പൈസ, വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, അതിൻ്റെ ഇടയിൽ ഞാൻ മുടക്കിയ പൈസ എത്രയാണെന്ന് നോക്കുക. മൊത്തം ഒരു 4നും കൂടിയിട്ട് എനിക്ക് 20,000 രൂപ ആയിട്ടുണ്ട്. ഒരു 100 രൂപ എനിക്ക് ബ്രോക്കറേജും കൂടെ കൂട്ടുക. അപ്പോൾ 20,100 രൂപ എന്ന ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, അല്ലേ? എന്നിട്ട് അതിനെ മൊത്തം കിട്ടിയ എമൗണ്ട് 20,200 രൂപയാണെന്ന് ഒരു എക്സാമ്പിൾ. അതിനെ 4-1 ആക്കുക. ഇത് നിങ്ങൾക്ക് ഈ പ്രീമിയം കൂട്ടാൻ അറിയാമല്ലോ, അല്ലേ? അതായത് എത്രയാണോ പ്രൈസ്, ഇപ്പോൾ 100 രൂപ വിലയുള്ള പുട്ടാണ് വാങ്ങുന്നതെങ്കിൽ 100 രൂപയുടെ ഇൻറ്റു ഏതാണോ ഇൻഡെക്സ്, ഇപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 100 രൂപ ഇൻറ്റു 15 വരും ഒരു ലോട്ടിന്. അപ്പോൾ 1,500 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്, അല്ലേ? 2 ലോട്ടാകുമ്പോൾ 3,000 രൂപയായി. നമുക്ക് പുട്ട് കിട്ടിയ 90 രൂപക്കാണെങ്കിൽ 15 ഇൻറ്റു 90 ഏകദേശം എത്രയാണ് വരിക? 1,350 രൂപ വരും. 1,350 2,700 രൂപ 2 ലോട്ടിന്. ആദ്യത്തേത് 3,000, രണ്ടാമത്തേത് 2,700. അങ്ങനെ 5,700 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയി. പ്ലസ് ഒരു 200 രൂപയോ എത്രയാണോ ബ്രോക്കറേജ് വരിക അത് അവിടെ കൂട്ടുക. 300 രൂപ കിട്ടിക്കൊള്ളും. അങ്ങനെ മൊത്തം 6,000 രൂപയാണ് നിങ്ങൾക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ 6,000 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ 6,000 രൂപ എന്ത് ചെയ്യണമെന്ന് 4 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 1,500 രൂപയാണ്. ഓക്കെ, ഈ ഒരു ട്രേഡിൽ 1,500 രൂപ അല്ലെങ്കിൽ ആ 4-1 ആക്കിയ വാല്യൂ 4 ലോട്ടിൻ്റെ മൊത്തം പ്രീമിയം കൂട്ടി ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് കൂട്ടി അതിൻ്റെ കൂടെ ബ്രോക്കറേജും കൂടെ കൂട്ടിയിട്ട് അതിന് 4-1 ആക്കി എടുത്ത ആ ഒരു എമൗണ്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നില്ല, പക്ഷേ നമുക്ക് ടാർഗറ്റ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഒരു 1,500 രൂപ നമുക്ക് എക്സാമ്പിളിൽ കിട്ടിയില്ലേ? അതായത് മൊത്തം തുകയുടെ കൂടെ ബ്രോക്കറേജും കൂടെ കൂട്ടിയിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ 4 ഇരട്ടിയാണ് നമ്മളുടെ ടാർഗറ്റ്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു 1,500 രൂപയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു 100 രൂപയുടെ ഓപ്ഷനാണ് നിങ്ങൾ വാങ്ങിച്ചത്, സെൻസെക്സിലാണ് വാങ്ങിച്ചത്. അപ്പോൾ 100 രൂപയുടെ ഒരു ലോട്ടിന് 1,000 രൂപയാണ് വരിക. അപ്പോൾ 4 ലോട്ടിന് 4,000 രൂപയാണ് നിങ്ങൾക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു
200 രൂപ അതിൻ്റെ ബ്രോക്കറേജ്, 4200 രൂപ. അതിനെ ഡിവൈഡഡ് ബൈ 4 ആക്കുക. അപ്പോൾ എത്ര രൂപ കിട്ടും? 1050 രൂപയാണ്. 1050 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടിൻ്റെ വിലയാണ് അല്ലേ. അതിലപ്പം ഒരു പ്രീമിയം നോക്കുക, ആക്ച്വൽ പ്രീമിയം കിട്ടും 10 രൂപ 50 പൈസയാണ്. അതിൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 42 രൂപയാണ്. അപ്പോൾ നമ്മളിത് 10 രൂപക്കാണ് വാങ്ങിച്ചത് അല്ലേ. ഇനീഷ്യൽ ഇതിൻ്റെ 10 രൂപക്ക് വാങ്ങിച്ചു, 100 രൂപക്ക് വാങ്ങിച്ചു. തെറ്റിയോ? ഓക്കെ, എന്തായാലും നമുക്ക് 4000 രൂപ, 4200 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ 1050 രൂപ ഒരു ലോട്ടിൻ്റെ മുകളിൽ. അപ്പോൾ ഒരെണ്ണത്തിന് പ്രീമിയം എന്ന് പറയുന്നത് 105 രൂപ അല്ലേ. 105 രൂപ, യെസ് കറക്റ്റ്. 105 രൂപയിൽ നിന്നും 105 രൂപയുടെ 4 ഇരട്ടി, അപ്പോൾ 420 രൂപ പ്ലസ് 105, അപ്പോൾ 525 രൂപയാണ് നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് കൺഫ്യൂഷനായോ? ഞാൻ ഇടയിൽ എനിക്ക് ടങ് സ്ലിപ്പ് വന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 10Kയും 1Kയും മാറിയതുപോലെ ഇപ്രാവശ്യം ഇവിടെ 1000 100 തമ്മിൽ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. 100 രൂപ പ്രീമിയം ഉള്ള ഒരു 4 ലോട്ടാണ് നമ്മൾ എടുക്കുന്നത്. 100 ഒന്നിന് ചിലപ്പോൾ നിങ്ങൾക്ക് 110 കിട്ടിയിട്ടുണ്ടാവും, മറ്റൊന്നിന് 90 കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്നിന് 120, ഒന്നിന് 130 ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പുട്ടിന് 120, കോളിന് 110 കിട്ടിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് റൗണ്ടായിട്ട് നമുക്ക് 4000 രൂപക്ക് 4 ലോട്ട് കിട്ടി എന്ന് എഴുതുക. പ്ലസ് 200 രൂപ നമ്മുടെ ബ്രോക്കറേജ്, അപ്പോൾ 4200 രൂപ. ഇനി അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 1050 രൂപ കിട്ടും. 1050 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടിൻ്റെ പ്രൈസാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രീമിയം ഒരെണ്ണത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈസ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് ഡിവൈഡഡ് ബൈ ലോട്ട് സൈസാണ്. അപ്പോൾ 10 ലോട്ട് സൈസ്, അപ്പോൾ 105 രൂപയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 105 രൂപയുടെ 4 ഇരട്ടി എടുക്കുക. 105ൻ്റെ 4 ഇരട്ടി 420 രൂപയാണ്. 420, 105 നമ്മൾ വാങ്ങിയ വിലയാണ്, പ്ലസ് 405 നമുക്ക് കിട്ടണം. അപ്പോൾ 525 രൂപയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ അത്? അപ്പോൾ 525 രൂപയിൽ നമ്മൾ 2 ലോട്ട് വെച്ച് പുട്ടും 2 ലോട്ട് കോളും വാങ്ങുന്നുണ്ട്. അതിൽ ഒരു ലോട്ട് പുട്ടിന് ഈ പറയുന്ന 525 രൂപ ടാർഗറ്റ് പ്രൈസ് സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അതേ സമയത്ത് തന്നെ അതേപോലെ പുട്ടിന് സെൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പ്രൈസിൽ കോളിനും സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് രണ്ടും ഒരേ പ്രൈസിൽ വാങ്ങിച്ചല്ലെങ്കിൽ അതിൻ്റെ വാങ്ങിയ വിലയിൽ നിന്നും ഈ നമ്മൾ 4 എടുത്ത ആ വാല്യൂ കൂട്ടിയിട്ട് വേണം. ഇപ്പം ചില സമയത്ത് ഞാൻ എക്സാമ്പിൾ പറയാം, 115 രൂപക്കാണ് നിങ്ങൾക്ക് കോള് കിട്ടിയത്, പുട്ട് 95 രൂപക്കാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പം 420 രൂപയാണ് നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ടത് മൊത്തം. അപ്പം 115 പ്ലസ് 420, അപ്പോൾ 535 രൂപയിലായിരിക്കണം സെൽ ഓർഡർ ചെയ്യുന്നത്. ഇനി പുട്ടിൻ്റെ സൈഡിൽ 95 രൂപക്ക് വാങ്ങിച്ചതിനോ 95 പ്ലസ് 420 അപ്പോൾ 515 രൂപയിലാണ് അതിന് സെൽ ഓർഡർ ചെയ്യേണ്ടത്. അങ്ങനെ 2 സെൽ ഓർഡർ അവിടെ പ്ലേസ് ചെയ്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? 2 സെൽ ഓർഡർ ഒരു ലോട്ടിന് മാത്രമുണ്ട്, 2 ലോട്ടിന് നമ്മൾ സെല് ചെയ്യുന്നില്ല. അതായത് കോളിൽ 2 ലോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ 1 ലോട്ട് മാത്രമാണ് ഈ ടാർഗറ്റ് ഇട്ട് വയ്ക്കുന്നത്. അതുപോലെ പുട്ടിൽ 2 ലോട്ട് എടുത്തിട്ടുണ്ട്, അതിൽ 1 ലോട്ടിന് മാത്രമാണ് ഈ സെൽ ഓർഡർ ഇട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ഇട്ട് വെച്ചു, അതോടുകൂടി നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അവിടെ പിന്നെ മാർക്കറ്റിന് ഓടാൻ വിടുക. നാളെ തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ചയാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ശരിക്കും റിസൾട്ട് ഇപ്പോൾ ഏറ്റവും നല്ലത് സെൻസെക്സ് ഓപ്ഷൻ എടുക്കുന്നതാണ്. സെൻസെക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് എക്സ്പയറി. അപ്പോൾ മാർക്കറ്റിന് ഒന്ന് എക്സിറ്റ് പോളിൽ മാർക്കറ്റിലൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. അതിലും നല്ല രീതിയിൽ ഓടിപ്പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത റിയൽ റിസൾട്ട് വരുമ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റ് ആണ് പോകുന്നതെങ്കിൽ നമുക്ക് പുട്ടിലും കോളിലും പ്രോഫിറ്റ് ആവാൻ പറ്റും. അതായത് ഡബിൾ അപ്പം തന്നെ നമുക്ക് കിട്ടി കഴിയും. എന്നിട്ട് നമ്മുടെ കയ്യിൽ 2 ലോട്ട് ബാക്കി ഉണ്ടാവും. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ ആ ലോജിക്ക്? അതായത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായാൽ, നമ്മളിപ്പോൾ 115 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 535 രൂപയിൽ അതിൻ്റെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് 0 പിന്നെ നമുക്ക് അവിടെ 3 ലോട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അതേപോലെ നമുക്ക് 0 റിസ്കിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. ഇനി അതേ സമയത്ത് എല്ലാ പൊസിഷനും സ്ക്വയർ ഓഫ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ കോൾ സൈഡിലേക്ക് 115 രൂപക്ക് വാങ്ങിച്ച ഒരു 2 ലോട്ട് 115 രൂപക്ക് കോള് വാങ്ങിച്ചിട്ടുണ്ട്, 95 രൂപക്ക് 2 ലോട്ട് പുട്ടും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടിനും ഓർഡർ ഇട്ടു. 515 രൂപയ്ക്ക് പോയിട്ട് ഈ കോളിൻ്റെ അല്ലെങ്കിൽ 535 രൂപക്ക് പോയിട്ട് കോൾ സൈഡിൽ 1 ലോട്ട് എക്സിറ്റ് ആയി കരുതുക. നിങ്ങളുടെ റിസ്ക് എത്രയാണ്? അവിടെ 0. ബ്രോക്കറേജ് അടക്കം എല്ലാം കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ കയ്യിലിപ്പം 535 രൂപ പ്രീമിയമുള്ള ഒരു കോള് കയ്യിലിരിപ്പുണ്ട്. പിന്നെ 95 രൂപക്ക് വാങ്ങിച്ചതാണെങ്കിൽ അതിനിപ്പോൾ ഏകദേശം ഒരു 30 രൂപയൊക്കെ അതിലും ഉണ്ടാവും.
ആ 30 രൂപയുടെ 2 ലോട്ടും 535 രൂപയുടെ 1 ലോട്ടും നമ്മുടെ കയ്യിൽ എക്സസ് പ്രോഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് വന്നു? ഡബിളിൻ്റെ മുകളിൽ വന്നു അല്ലേ, 200% വന്നു. അപ്പോൾ ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടാർഗറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ബുദ്ധിമുട്ടും നമ്മൾ, കാരണം നമുക്ക് ഒരു ടോട്ടൽ ലോസിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ രാവിലെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ പറന്നു പോകുന്നു എന്ന് നോക്കിയിട്ട്, ഇത് ഇടയിൽ എക്സിറ്റ് ആവരുത്. ഒരു ടാർഗറ്റ് ഏതെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി തന്നെ കാത്തിരിക്കണം. ഒരു ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയി, ഒരു റിസ്കേ ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെന്താണ് ചെയ്യേണ്ടത്? എക്സിറ്റ് പോള് മാധ്യമങ്ങൾ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കുള്ള റിസൾട്ട് വേറെ ആയിരിക്കും. അപ്പം ആദ്യം നമ്മൾ കോൾസ്, ഇപ്പം സിംപ്ലി പറയാണ്, റൂളിംഗ് പാർട്ടിക്ക് ഭരണം കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് അങ്ങനെ ഒരിക്കലും വരില്ല. എങ്കിലും കൂടി അങ്ങനെ ഒരു ന്യൂസ് വരുന്നതും മാർക്കറ്റ് ഇട്ടിഞ്ഞ് താഴോട്ട് പോകും. നമുക്ക് പുട്ട് സൈഡിലേക്ക് ടാർഗറ്റ് കിട്ടിയെന്ന് കരുതുക. പിറ്റേന്ന് ചൊവ്വാഴ്ച മാർക്കറ്റ് അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് റിസൾട്ട് ശരിക്കുള്ളത് അറിഞ്ഞു, റൂളിംഗ് പാർട്ടിക്ക് ഭരണം കിട്ടിയെന്ന് പറയുമ്പോൾ മാർക്കറ്റ് പറന്ന് കയറും. നേരെ പോയിട്ട് നമ്മുടെ കോൾ സൈഡിലേക്കും അതിന് ടാർഗറ്റ് കിട്ടും. ഇപ്പോൾ നമുക്ക് രണ്ടും 100%, അതായത് 100 രൂപക്ക് 200 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40,000 രൂപ ഇപ്പോൾ ഓൾറെഡി കയ്യിലായി, 2 ലോട്ട് കയ്യിൽ ബാക്കി ഇരിപ്പുണ്ട്. ആ സമയത്തെല്ലാം സ്ക്വയർ ഓഫ് ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടുന്ന് വീണ്ടും ഒരു 100% പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അല്ലേ. അങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത്. അപ്പം എക്സിറ്റ് പോള് വിശ്വസിച്ചിട്ട്, എക്സിറ്റ് പോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട എക്സിറ്റ് പോള് പോസിറ്റീവായിട്ടുള്ള റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് വരാൻ സാധ്യത. കാരണം അവർക്കൊക്കെ മുന്നോട്ട് നിലനിന്ന് പോകേണ്ടതാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു റൂളിംഗ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് ഒരു മാധ്യമങ്ങളും കൊടുക്കില്ല, അവർ സപ്പോർട്ടായിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ഒരു മാർക്കറ്റ് റൂളിംഗ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് പോകുന്നുണ്ട്, മാർക്കറ്റല്ല മീൻസ് ഇലക്ഷൻ റിസൾട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും മാധ്യമങ്ങൾ അത് ആദ്യം നിങ്ങളോട് പറയാൻ തയ്യാറാവില്ല എന്ന കാര്യം ഓർത്തുകൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക. മാർക്കറ്റിൽ ചലനമൊന്നുമില്ല, ഇലക്ഷൻ റിസൾട്ടാണ് ഒക്കെയാണ്. പക്ഷേ ഇത് മരവിച്ച് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളുക, കയ്യിൽ നിന്ന് കാശ് പോയി. കാരണം തിരിച്ചു കിട്ടില്ല. ഇത് മറ്റന്നാൾ എക്സ്പയർ ചെയ്യണം, വെള്ളിയാഴ്ച എക്സ്പയർ ആവുന്ന സെൻസെക്സ് അല്ലെങ്കിൽ വ്യാഴാഴ്ച എക്സ്പയർ ആവുന്ന നിഫ്റ്റി. അത് നിഫ്റ്റി അവോയ്ഡ് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. നിഫ്റ്റിയിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ 50 സ്റ്റോക്കുകൾ മൂവ് ചെയ്തിട്ട് വേണം അത് കയറി വരാൻ വേണ്ടിയിട്ട്. കയറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിനകത്ത് ട്രൈ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്കേ ഉള്ളൂ, സെൻസെക്സിൽ 10 ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ 10 അല്ലെങ്കിൽ 12 പ്രോപ്പർലി ഒന്ന് കൈവച്ച് കഴിഞ്ഞാൽ സാധനം നമുക്ക് ടാർഗറ്റ് തരും. പിന്നെ സെൻസെക്സ് നിഫ്റ്റി ഏകദേശം ഒരുപോലെയാണ് മൂവ് ചെയ്യുക. സെൻസെക്സിൽ 30 കമ്പനികളാണ്, 50 അല്ല കേട്ടോ. ഒന്നിൽ ബാങ്ക് നിഫ്റ്റിയിൽ 12ഉം സെൻസെക്സിൽ 30 കമ്പനികളാണ്. എന്നാൽ പോലും നിഫ്റ്റിയിലുള്ള 50ൻ്റെ ലോഡ് 30-ൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറാൻ സാധ്യതയുണ്ട് എന്നതാണ് ഞാൻ പറയുന്നത്. അത് രണ്ടും നിഫ്റ്റിയും സെൻസെക്സ് ഓൾമോസ്റ്റ് ഒരേ രീതിയിൽ തന്നെയാണ് മൂവ്മെൻറ്റ് കിട്ടാറുള്ളത്. പക്ഷേ സെൻസെക്സിൽ കുറച്ചുകൂടെ ഹെവി മൂവ്മെൻറ്റ്, അതായത് ഇവിടെ 10 പോയിന്റ് കയറുമ്പോൾ അവിടെ ഒരു 20 പോയിന്റ് കയറും. ആ രീതിയിലുള്ള വലിയ സ്കെയിലുള്ള മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, IV എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? IV എന്നാൽ ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റിയാണ്. ഇവിടെ വൊളാറ്റിലിറ്റി എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ATM IV എന്ന് നിങ്ങൾ ഓപ്ഷൻ ചെയിനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ATM IV എന്ന ഒരു സംഭവം കാണാം. ATM IV അതാണ് നമുക്ക് ശരിക്കും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പ്രൈസ് എത്രത്തോളം ഇടിയാം, എത്രത്തോളം കയറിപ്പോകാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ATM IV ആണ്. ഇപ്പം നോർമലി ഒരു 30% ഉണ്ടെങ്കിൽ 100 രൂപയുടെ ഓപ്ഷനാണ്, അതിന് 30% ATM IV കാണിക്കുന്നുണ്ടെങ്കിൽ അത് 70 രൂപ മുതൽ 130 രൂപ വരെ പറന്നു പോകാനുള്ള സാധ്യത, അത്രയും ഹൈ വൊളാറ്റിലിറ്റി വരാൻ സാധ്യത. ചില സമയത്ത് നമുക്കൊരു 40ഉം 60ഒക്കെ കണ്ടെന്ന് വരാം. 60-100 രൂപ പ്രൈസ് ഉള്ളതിന് 60% വൊളാറ്റിലിറ്റി IV കാണിക്കുന്നുണ്ടെങ്കിൽ അത് 40 രൂപ മുതൽ 160 രൂപ വരെ ഇടയിലുള്ള രീതിയിൽ ഈ പ്രൈസ് അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു റേഞ്ചിൽ അത് ട്രേഡിംഗ് നടക്കും എന്നാണ്. അത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിന് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് ഇന്ത്യ വിക്സ് ചാർട്ട് എടുത്തിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുക, എങ്ങോട്ടാണ് ചാർട്ട് പോകുന്നത്. ഇന്ത്യ വിക്സ് താഴോട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നഷ്ടം മണത്തോളുക. കാരണം നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത് ഇന്ത്യ വിക്സ് മുകളിലോട്ട് പോകുമ്പോഴാണ്. ഇന്ത്യ വിക്സ് കൂടുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നത്. ഇന്ത്യ വിക്സ് കൂടുന്നില്ലെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് കയറിപ്പോവുക ഇറങ്ങുകയോ ചെയ്യണം. മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവണം, ഇന്ത്യ വിക്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം, നെഗറ്റീവ് ആകരുത്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവും. അല്ലെങ്കിൽ വിക്സ്, അതായത് ആൾക്കാരുടെ ഭയം വർദ്ധിച്ചിട്ട് വിക്സ് കയറി പോകണം. വിക്സ് ചെറുങ്ങനെ കയറിയാൽ പോലും നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ആവും. മാർക്കറ്റ് 100 പോയിന്റ് കയറുന്നതിനേക്കാളും നല്ല രീതിയിൽ വിക്സ് ഒരു 10% കയറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. അത്രയധികം പവർഫുള്ളാണ് വിക്സ്. സോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വിക്സ് താഴോട്ട് തന്നെ വരുന്നു. നമ്മൾ മരണം മണത്തു അല്ലെങ്കിൽ നമുക്ക് നഷ്ടം മണത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ പകുതി വരുമ്പോൾ കംപ്ലീറ്റ് ക്വാണ്ടിറ്റി കാശ് ഉണ്ടെങ്കിൽ ആവറേജ് ചെയ്യാം. ഇതിൽ രണ്ടിലൊരു കാര്യം ചെയ്യേണ്ട, ആവറേജ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ആന മണ്ടത്തിലാണ്. പക്ഷേ മാർക്കറ്റിലെ ഇപ്പോൾ തിങ്കളാഴ്ചയാണ് നമ്മൾ ചെയ്യുന്നത്, എൻട്രി എടുക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം നോക്കുമ്പോഴത്തേനും വിക്സ് പകുതിയായിട്ടുണ്ടെങ്കിൽ അവിടെ ആവറേജ് ചെയ്യാം നമുക്ക്. എന്തുകൊണ്ടാണെങ്കിലും നെക്സ്റ്റ് ഡേയിൽ റിസൾട്ട് വരുമ്പോൾ മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പ്രോഫിറ്റിന് നമ്മളൊരു സ്കോപ്പ് കാണുന്നുണ്ട്. മാർക്കറ്റിൽ നാളെ മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നത്. പക്ഷേ ഇലക്ഷൻ റിസൾട്ടൊക്കെ കഴിഞ്ഞു, വിക്സ് പകുതിയായി, നമ്മൾ ലോസ് കണ്ടു. അങ്ങനെ വരുമ്പോൾ നമ്മൾ പോയിട്ട് ആവറേജ് ചെയ്യാൻ നിൽക്കരുത്. അത് പിന്നെ അവിടെ എക്സ്ട്രാ മൂവ്മെൻ്റ് ഒന്നും വരാനില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ പോയിട്ട് വെറുതെ ആവറേജ് ചെയ്യുമ്പോഴേ നിങ്ങൾ ഇപ്പം ഫസ്റ്റിൽ നിങ്ങൾ 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഇട്ടിട്ട് ആവറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തതും ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതും മുഴുവനായിട്ട് പോകും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി മാത്രം ചെയ്യുക. കാരണം നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഔട്ട് ഓഫ് ദ മണിയാണ്. എക്സ്പയറിയിൽ ഇൻ ദ മണി ആയാൽ മാത്രമേ അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഔട്ട് ഓഫ് ദ മണി ട്രേഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായും നഷ്ടം വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ട് ചെയ്യണം. പിന്നെ എക്സസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുക. ഒരിക്കലും കയ്യിലുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരിക്കലും ഇതിനേക്ക് വരരുത്. അതായത് ഒരു 10 ലക്ഷം രൂപ കയ്യിൽ എക്സസ് ഉണ്ട്, ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയത്, അപ്പോൾ അതിൽ നിന്ന് ഒരു 50,000 രൂപ കളയാം എന്ന് കരുതിയിട്ട് ഇറങ്ങുന്നവർ മാത്രം ഇതിന് പോവുക. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഈ എന്താണ് ഓപ്ഷൻ പ്രീമിയം, വൊളാറ്റിലിറ്റി എന്നൊന്നും അറിയാത്തവരൊക്കെ മാറി നിൽക്കുക. നിങ്ങൾക്ക് കളി ഗ്യാലറിയിൽ ഇരുന്ന് കാണുക. അടുത്ത വർഷം നമുക്ക് പരിശ്രമിക്കാം എന്ന് മാത്രമേ ഒരു വാഗ്ദാനം എനിക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ടാർഗറ്റ്, ഇത് ഒരു സെക്കൻഡ് ലെവലായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് കോളം ഇതും എല്ലാം വാങ്ങിച്ചു, അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ടാർഗറ്റ് കിട്ടി, കോൾ സൈഡിലേക്ക് ടാർഗറ്റ് അടിച്ചു, മാർക്കറ്റ് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്, ചെറിയൊരു പുൾ ബാക്ക് എടുത്തു, അതായത് 535 രൂപയിൽ ടാർഗറ്റ് അടിച്ച് ഒരു 500 രൂപയിലേക്ക് 450 രൂപയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് പൊങ്ങാൻ തന്നെയാണ് സാധ്യത. മാർക്കറ്റിൽ നല്ലൊരു ഇത് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഫർദർ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് പുട്ടിനെ കുറിച്ച് മറന്നേക്കുക. എന്നിട്ട് ആ കോളിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക മുകളിലോട്ട്. മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് അറിയുന്നവർ മാത്രം നിങ്ങൾ ശ്രമിച്ചാൽ മതി. കാരണം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കണം, അല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ഇറക്കുന്ന പണം മുഴുവനായിട്ട് നഷ്ടപ്പെടും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി മാത്രം ഈ സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ ഇറങ്ങുക. ഒരിക്കലും എന്താ പറയുക, ലാഭം മാത്രം കിട്ടും എന്ന ഒരു തെറ്റിദ്ധാരണയിൽ ഇതിലേക്ക് വരരുത്. പിന്നെ ഒത്തിരി പേർക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അയ്യോ വേണ്ടായിരുന്നു, ഇത് എന്താ ചെയ്യേണ്ടത്, ലോസ് എന്ന് പറയുമ്പോൾ മൊത്തം വേർത്ത് കുളിച്ച് ടെൻഷനാവും. അങ്ങനെയുള്ളവരൊന്നും ഇതിന് നിൽക്കരുത്. ലോസ് കണ്ടു കഴിഞ്ഞാൽ എക്സ്പയറി ദിവസം വരെ ഹോൾഡ് ചെയ്ത് നോക്കുക. കിട്ടിയാൽ കിട്ടി. കാരണം നമ്മൾ തുടക്കത്തിൽ ഇത് നഷ്ടപ്പെടും എന്ന രീതിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ എക്സ്പയറി ദിവസം വരെ നോക്കുക. ഇതിൻ്റെ മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അത് എക്സിറ്റ് പോള് മോസ്റ്റ് പ്രോബബ്ലി ഒരു പോസിറ്റീവായിട്ട് വലിച്ച് മാർക്കറ്റിനെ പൊക്കിക്കൊണ്ടുപോകും. പിന്നീട് റിയൽ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഒന്നുകൂടി ഒരു സെറ്റിൽ ബാക്ക് ആവും. പിന്നീട് റിസൾട്ട് എല്ലാം അനാലിസിസ് ചെയ്തിട്ട് കുറേ വിദഗ്ധരുടെ കുറേ സംസാരങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പം ചില കാര്യങ്ങളിൽ അവിടെ ഒരു സ്പൈക്ക് ഉണ്ടാവും, മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും മാർക്കറ്റിൽ 5% മുകളിലോട്ടും താഴോട്ടും മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരവസ്ഥയെ പണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എന്താ പറയുക പരീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വാങ്ങേണ്ടത് സ്പോട്ട് പ്രൈസിൽ നിന്നും 5% മുകളിലുള്ള 2 ലോട്ട് കോളും 5% താഴെയുള്ള 2 ലോട്ട് പുട്ടുമാണ് വാങ്ങേണ്ടത്. അതിൻ്റെ മൊത്തം വില എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. മൊത്തം പ്രീമിയം കൂട്ടിയാൽ മതി. അത് പ്രീമിയം ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 4 എണ്ണത്തിന് 400 രൂപ, 4 ലോട്ടാണല്ലോ വെച്ച് 400 രൂപ. അതിന് വീണ്ടും ബ്രോക്കറേജ് കൂടി കൂട്ടുക. 400ൻ്റെ കൂടെ ഒരു 10 രൂപ ബ്രോക്കറേജിനായിട്ട് കൂട്ടിയിടുക. അപ്പം 410 രൂപയായി. അതിന് എന്നിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 102 രൂപ 50 പൈസയാണ് കിട്ടുക. അതിൻ്റെ 4 ഇരട്ടിയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ 100 രൂപയൊക്കെ നമ്മൾ വാങ്ങിച്ചു, 4 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 42 രൂപ തന്നെ മുകളിലോട്ട് 4 ഇരട്ടി ഈ വാങ്ങിയ വിലയുടെ കൂടെ കൂട്ടിയിട്ട് അവിടെ ഒരു സെൽ ഓർഡർ, ആ പ്രൈസിൽ ഒരു സെൽ ഓർഡർ ഇട്ട് വയ്ക്കുക.
അത് ഒരു ലോട്ടിനാണ് കേട്ടോ. ഒരു ലോട്ട് പുട്ടിനും ഒരു ലോട്ട് കോളിനും മാത്രം. മറ്റേ ലോട്ട് ഫ്രീ ആണ്, അവിടെ വിട്ടേക്കുക. ഈ ഒരു ലോട്ടിൽ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കവറായി. 3 ലോട്ട് നമുക്ക് ഫ്രീ ആയി. പിന്നെ മാർക്കറ്റ് താഴോട്ട് മുകളിലോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ കയറി പോകുമ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയിട്ട് അതിനെ മാക്സിമം ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 4 ഇരട്ടി എടുത്തിട്ട് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തില്ലേ, അവിടെ തന്നെ 2 ലോട്ട് എക്സിറ്റ് ചെയ്താലും ഹ്യൂജ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി അത് എല്ലാം 2 ഭാഗം മുകളിൽ കോൾ സൈഡ് എല്ലാം എക്സിറ്റായി ഇനി മാർക്കറ്റ് വീഴുകയാണ്. മാർക്കറ്റ് വീഴുമ്പോൾ താഴോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പുട്ട് സൈഡിലേക്ക് കയറി വരുന്നവരേ കാത്തു നിൽക്കുക. അതേ കാരണം നമ്മുടെ ഒരു പ്രാവശ്യം ടാർഗറ്റ് കിട്ടിയാൽ നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇത് മാക്സിമം എവിടെയൊക്കെ കിട്ടുമോ അവിടെ കൊണ്ടുപോയിട്ട് ബുക്ക് ചെയ്യുക. മുകളിലോട്ടാണ് പോകുന്നെങ്കിൽ പരമാവധി പോട്ടെ എന്നിട്ട് അവിടെ കാത്തുക. എക്സ്പയറി വരെ നമുക്ക് സമയമുണ്ട്, നമുക്ക് ഒരു റിസ്ക്കും ഇല്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? കാത്തിരിക്കുക. പിറ്റേന്ന് ദിവസം എല്ലാം വന്ന് മാക്സിമത്തിൽ പോയിട്ട് പിന്നെ നല്ല രീതിയിൽ റിവേഴ്സൽ കാണുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്തിട്ട് മാറുക. എന്നിട്ട് മറ്റേ സൈഡിൽ പ്രോഫിറ്റ് ആവാൻ കാത്തിരിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പയറിയുടെ ആ 3:30 മണി ആകുന്നത് വരെയും ഈ ഓപ്ഷൻ 0 ആവില്ല. അതിന് 5 പൈസയോ 10 പൈസയോ വാല്യൂ ഉണ്ടാവും. സോ ഒരിക്കലും 0 ആകും എന്നൊരു പേടിയും വേണ്ട. അപ്പം എക്സ്പയർ ആവുന്ന മൊമെൻറ്റിലാണ് അത് 0 ആവുന്നത്. അതുവരെ നമുക്ക് 5 പൈസയോ 10 പൈസ അതിനൊരു മിനിമം വാല്യൂ അവിടെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു വളരെ ലാഭകരമായ ഒരു സ്ട്രാറ്റജി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ എന്താ പറയുക ടെർമിനലിൽ നോക്കിയപ്പോൾ 3-4 ഓപ്ഷൻസ് ഞാൻ കണ്ടു. ഏകദേശം ഇതെടുക്കാൻ പറ്റിയത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സെൻസെക്സിൻ്റെ ഇപ്പോൾ മാർക്കറ്റുള്ളത് സെൻസെക്സ് 73,900 അതായത് 74,000 ആണ്. അപ്പോൾ ഒരു 5% മുകളിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 3,000 പോയിന്റ് മുകളിൽ 77,000 കോളും അതേപോലെ 71,000 പുട്ടും ഇവിടെ ഏകദേശം ഒരേ റേറ്റിൽ വരുന്നത് 452 432 റേഞ്ചിൽ. അത് വെള്ളിയാഴ്ചയാണ് എക്സ്പയറി 10 ക്വാണ്ടിറ്റി. വളരെ നല്ലൊരു ഇത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ 435 ഇൻറ്റു 10 4,350 4,500 അങ്ങനെ ഏകദേശം 8,850 രൂപയോളം ഒരു ലെഗ് വാങ്ങാനാവും. ഇനി 2 ലെഗ് ആകുമ്പം 8,000 17,600 രൂപയോളം നിങ്ങൾ ബ്ലൈൻഡായിട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെൻസെക്സ് ഞാൻ പറയാൻ കാര്യം, സെൻസെക്സിൽ നാളെ തിങ്കളാഴ്ചയാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നെങ്കിൽ തിങ്കളാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ഡേ ഉണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് ഡേ അടക്കം 5 ട്രേഡിംഗ് ഡേയ്സ് ബാക്ക് ടു ബാക്ക് അതിന് എക്സ്പയറി വരെ കിട്ടും. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും കൂടി ഈ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് 77,000 അല്ലെങ്കിൽ 71,000 ഈ രണ്ടും ചിലപ്പോൾ അപ്പും ഡൗണും നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പയറിക്ക് ഇൻ ദ മണി ആകുമെന്ന് ചിന്തിച്ചെടുക്കരുത്. അതിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു 200% ഒക്കെ പ്രോഫിറ്റ് കാണുമ്പോൾ ബുക്ക് ചെയ്യുന്ന രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യുക. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റി വ്യാഴാഴ്ച വരുന്ന നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഞാനിവിടെ നിഫ്റ്റി അതിൻ്റെ വാല്യൂ ഉള്ളത് 22,530 അപ്പോൾ 22,500 വെച്ചിട്ട് ഞാൻ ഒരു 5% അല്ലെങ്കിൽ 1000 പോയിന്റ് മുകളിൽ 23,500 21,500 നോക്കുകയാണെങ്കിൽ 118 127 എനിക്ക് ഇന്ന് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ഞായറും കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് ഇത് നോക്കേണ്ടത് ലൈവ് മാർക്കറ്റിൽ. അപ്പം ചിലപ്പോൾ വിക്സ് ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഇന്ത്യ വിക്സ് 24.6 അതേപോലെ മാർക്കറ്റിൻ്റെയും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഈ പ്രൈസിൽ വ്യത്യാസം വരും. അത് കൃത്യമായിട്ട് നിങ്ങൾ അറ്റ് ദ മണിയിൽ നിന്ന് 1000 പോയിന്റ് മുകളിലും താഴെയും അല്ലെങ്കിൽ അത് നിഫ്റ്റിയിൽ അങ്ങനെയാണ് ഇവിടെ 118 127. പക്ഷേ 25 ക്വാണ്ടിറ്റിയാണ്. 50 ക്വാണ്ടിറ്റിക്ക് ഏകദേശം 6,000 അടുത്ത് പ്രൈസ് വരും. 12,000 രൂപയോളം ഇതിന് നിങ്ങൾക്ക് നിക്ഷേപിക്കേണ്ടി വരും. അത് പൂർണ്ണമായും പോകും എന്ന രീതിയിൽ 12,000 രൂപ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ കഴിയുന്നവർ മാത്രം അതിലേക്ക് പോകും. ഇനിയിപ്പോൾ അതല്ല ബാങ്ക് നിഫ്റ്റി ചൊവ്വാഴ്ചയാണ്. സെൻസെക്സിൽ നമുക്ക് 5 ദിവസം കിട്ടുമെങ്കിൽ നിഫ്റ്റിയിൽ 4 ദിവസമാണ് കിട്ടുക. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 3 ദിവസമേ കിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ പ്രീമിയം കുറച്ച് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 2,000 പോയിൻ്റാണ് അപ്പ് ആൻഡ് ഡൗൺ കൂട്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 51,000 കോൾ ഓപ്ഷൻ 280, 47,000 346 അങ്ങനെയാണ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. 15 ക്വാണ്ടിറ്റിയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും പൈസ ബുധനാഴ്ച അതിന് എക്സ്പയറിയും വളരെ അടുത്താണ്. തിങ്കൾ ചൊവ്വ ബുധൻ 3 ട്രേഡിംഗ് ഡേയ്സേ അതിന് കിട്ടുള്ളൂ. സോ നോക്കുക നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതാണ് എന്നുള്ളത്. സെൻസെക്സ് ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം അതിനകത്ത് 10 ലോട്ട് സൈസ് എന്ന് പറയുന്നത് 10 ചെറിയ പൈസക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ എക്സ്പയറിക്ക് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ടും വലിയ ദൂരമുള്ള സ്ട്രൈക്ക് എടുക്കുന്നതുകൊണ്ടും തന്നെ അതിനകത്ത് പ്രൈസ് കുറവാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. എങ്ങനെയായാലും അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിവിടെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. കയ്യിലുള്ള കാശ് കൊണ്ട് കളയാനല്ല ഞാൻ ഈ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഒഴുക്ക് വെള്ളത്തിൽ വലിയ മലവെള്ളപ്പാച്ചിൽ തേങ്ങ പിടിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. കിട്ടിയാൽ അത്യാവശ്യം കിട്ടും. എന്നാൽ പോവുകയാണെങ്കിൽ കയ്യിലുള്ളതൊക്കെ പോവുകയും ചെയ്യും. കയ്യിലുള്ളതല്ല ഇൻവെസ്റ്റ് ചെയ്ത മുഴുവൻ കാശും പോവുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക.
അതിനനുസരിച്ച് ഇനി ഫർദർ ഇതിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ കഴിഞ്ഞ 2 വീഡിയോസാണ് ഇതുള്ളത്. ഒരു വീഡിയോ മാത്രമായിട്ട് കണ്ടവർ പ്രീവിയസ് വീഡിയോ കൂടി കണ്ട് അതിൻ്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിയിട്ട് മാത്രം ഇത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിൽ അത് ചെയ്തുകൊള്ളുക. ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞു തന്നു, വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ എല്ലാവർക്കും ലാഭകരമായി മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.